പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സുധാകരൻ മാഷ് വന്നിട്ട് വിക്രമിനോട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചറിയുന്നുണ്ട്. എടാ, നീ എന്തിനാടാ വെറുതെ ആ കുറ്റം ഏറ്റെടുത്തത്? നിനക്കൊക്കെ അതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നോ? ഉള്ള സത്യങ്ങൾ അങ്ങോട്ടേക്ക് തുറന്നു പറഞ്ഞാൽ പോരായിരുന്നോ? ആ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പോലും നീ ഒരു അക്ഷരം പോലും മിണ്ടിയില്ലല്ലോ എന്നൊക്കെ സുധാകരൻ മാഷ് ഇങ്ങനെ സങ്കടത്തോടെ ചോദിക്കുന്ന സമയത്തിന് വിക്രം മെല്ലെ പറയുന്നുണ്ട്. അത് പിന്നെ അച്ഛാ, ആ സമയത്ത് ചിലപ്പോൾ വിനായകേട്ടൻ അങ്ങനെയൊക്കെ ചെയ്യാൻ എന്തെങ്കിലും നിവൃത്തികേടുണ്ടായിട്ടുണ്ടാവും. അത് കേട്ടപ്പോൾ മാഷിനങ്ങ് ദേഷ്യം വന്നു. നീ ഇപ്പോഴും സത്യം അറിഞ്ഞിട്ട് പോലും അവനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് അവിടെ സംസാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ നിനക്കിട്ട് തരാനാണ് തോന്നുന്നത്. അവൻ വലിയൊരു തെറ്റ് ചെയ്തിട്ട് അത് നിന്റെ തലയിൽ അങ്ങ് കെട്ടിവെച്ചു. എന്നിട്ടും നിന്റെ അച്ഛനോട് പറഞ്ഞില്ലല്ലോ. ഞാൻ നിന്നെ എത്ര തവണ ക്രൂരമായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ നീ ഇങ്ങനെ ഉരുകി തീരുകയായിരുന്നു അല്ലേ? എന്നോട് പറയാൻ മടിയായിരുന്നുവെങ്കിൽ നിന്റെ അമ്മയോടെങ്കിലും നിനക്ക് ഈ സത്യം തുറന്നു പറയാമായിരുന്നില്ലേ? നീ ശരിക്കും എന്നെ അങ്ങ് തോൽപ്പിച്ചു കളഞ്ഞു. സുധാകര മാഷ് വിതുമ്പലോടെ ആയിരിക്കട്ടെ സംസാരിക്കുന്നത്. അന്നേരം വിക്രം അച്ഛനെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അച്ഛ, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ. ഇനി അതിന്റെ പേരിൽ വിനായകനേട്ടനെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടുന്നു വേണ്ട. പക്ഷേ മാഷ് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അവനെ ഞാൻ ഇറക്കി വിട്ടു. അവൻ ഇനി എങ്ങോട്ടേക്ക് വേണമെങ്കിലും പോയിക്കോട്ടെ. അവനും അവന്റെ ഭാര്യയ്ക്കും ജീവിക്കാനുള്ളതൊക്കെ അവൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അവന്റെ സ്വഭാവം നിനക്കറിയില്ലേ? അവൻ ഒരിക്കലും ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ജീവിച്ചിട്ടില്ല. ഇപ്പോഴും അവന് സ്വന്തം ഇഷ്ടം മാത്രമാണ് പ്രധാനം. ആ ഭാര്യയും അങ്ങനെ തന്നെയാണ്. ശരിക്കും ചക്കിക്കൊത്ത ചങ്കരൻ പോലെയാണ് രണ്ടുപേരും. നിന്റെ കാര്യമൊന്നും അങ്ങനെയല്ലല്ലോ. വേദയായാലും ശ്രീജയായാലും ഈ വീട്ടിൽ വന്ന മുതൽ അന്നു മുതൽ ഈ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് രണ്ടുപേരും നിലകൊണ്ടിട്ടുള്ളത്. പക്ഷേ സ്വന്തം കാര്യം ചിന്താബാ എന്ന് പറഞ്ഞ് നടക്കുന്ന വിനായകനും നന്ദിനും ഇവിടെ വേണമെന്ന് എനിക്ക് യാതൊരുവിധ നിർബന്ധവുമില്ല. അച്ഛ, ഞാൻ അതിന്റെ ശിക്ഷയൊക്കെ അനുഭവിച്ചു കഴിഞ്ഞതല്ലേ. ഇനി ആർക്കും അതിന്റെ പേരിൽ ശിക്ഷ കൊടുക്കണ്ട എന്ന് വിക്രം പറഞ്ഞപ്പോൾ, എടാ മോനെ, ഇത്രയെങ്കിലും ചെയ്തില്ല എങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല എന്നാണ് മാഷ് പറയുന്നത്. 6-7 വർഷമല്ലേ നീ ജയിലിൽ കിടന്നത്? എന്നിട്ടും അവന് വല്ല പശ്ചാത്താപം ഉണ്ടായോ? നിന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോൾ അവൻ അതെല്ലാം കേട്ട് ചിരിച്ചു നിൽക്കുമായിരുന്നല്ലോ. എനിക്കിപ്പോഴും സംശയമുണ്ട്, അന്നത്തെ എൻ്റെ തിരോധാനത്തിന് പിന്നിലും അവൻ്റെ കൈയുണ്ടോ എന്ന്. പൈസക്ക് വേണ്ടിയിട്ട് അവൻ എന്ത് വേണമെങ്കിലും ചെയ്യും. പിന്നെ വേദയുടെ കാര്യം, അവൾ എവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ കാരണം കാണും. ശ്രീനിവാസന്റെ പ്രശ്നം മാത്രമല്ല, അവൾ എന്തോ വേട്ടയാടുന്നുണ്ട്. അത് കേട്ടപ്പോൾ വിക്രമിനും ശരിയാണെന്ന് തോന്നി. അച്ഛ, അച്ഛൻ പറഞ്ഞത് ശരിയാണ്. ആ പ്രശ്നം മാത്രമാണെങ്കിൽ അവൾ വീട് വിട്ടു പോകേണ്ട കാര്യമൊന്നുമില്ലായിരുന്നല്ലോ. അപ്പം മാഷ് വിക്രമിനോട് കട്ടായം പറയുന്നുണ്ട്, നീ അവളെ പോയിട്ട് വിളിക്കണം. അവൾ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വരണം. നിന്റെ ജീവിതത്തിലേക്ക് മാത്രമല്ല, ഈ കുടുംബത്തിനും വീടിനും അവൾ ആവശ്യമുണ്ട്. അവൾ വന്നതിന് ശേഷമാണ് സത്യങ്ങളെല്ലാം പുറത്തു വന്നത്. അവളാണ് എന്നോട് ആദ്യം ഈ ഒരു കാര്യം പറഞ്ഞത്, വിക്രം ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്ന്. ഈ സത്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവൾ ഇറങ്ങി പുറപ്പെട്ടതാണ്. അവൾ ഒരു ഐശ്വര്യമാണ് ഈ വീടിന്. വിശ്വത്തിന്റെ കാര്യത്തിലും ശ്രീജയുടെ കാര്യത്തിലും അവൾ തീരുമാനമെടുത്തില്ലേ. അവൾക്ക് കള്ളം പറഞ്ഞു നിൽക്കാനൊന്നും അറിയില്ലടാ. അവൾക്ക് നിന്നെ ഇപ്പോഴും വലിയ ഇഷ്ടമാണ്. നീ ജയിലിലായപ്പോൾ അവൾ കരഞ്ഞു പറഞ്ഞതാണ്, എനിക്കിപ്പോഴും തന്നെ ഓർമ്മയുണ്ട്. ആരൊക്കെ കുറ്റപ്പെടുത്തിയാലും അവളുടെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയട്ടെ മാഷ്. ഇതൊക്കെ കേട്ടപ്പോൾ വിക്രമിനും വലിയ സങ്കടമായി. അന്നേരം മാഷ് പറയുന്നുണ്ട്, നീ വിഷമിക്കൊന്നും വേണ്ട മോനെ. നാളെ നമുക്ക് രണ്ടുപേർക്കും കൂടി അങ്ങോട്ടേക്ക് പോയാം. എന്നിട്ട് വേദിയെ കണ്ടിട്ട് സംസാരിക്കാം. പറഞ്ഞു തീർക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞ് വിക്രമിനെ കൊണ്ട് സമ്മതിപ്പിക്കാണ്. പിന്നീട് മാഷ് നേരെ കമലമ്മയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ഇതിനെ കാര്യം പറഞ്ഞു. കമലെ, നാളെ ഞാനും വിക്രമും കൂടി വേദയെ കാണാൻ വേണ്ടിയിട്ട് വേദയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവളെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ടേക്ക് തിരികെ കൂട്ടിക്കൊണ്ടു വരണം. ഇത് കേട്ടപ്പോൾ കമലമ്മക്കും വലിയ സന്തോഷമായിരുന്നു. മാഷേ, എനിക്കുറപ്പുണ്ട്, നിങ്ങൾ പോയി സംസാരിച്ച അവൾ തീർച്ചയായിട്ടും തിരിച്ചു വരും. അവളുടെ ജീവൻ തന്നെ ഈ കുടുംബത്തിലാണ്. അവൾക്ക് അവിടെ അധിക കാലമൊന്നും കഴിയാൻ പറ്റില്ല. പിറ്റേന്ന് രാവിലെ തന്നെ നന്ദിനിയാണെങ്കിൽ ആകെ പരിഭ്രമിച്ച് നിൽക്കുമായിരിക്കും. ഇവിടെ നിന്നും ഇറങ്ങാൻ പറഞ്ഞിട്ട് എങ്ങോട്ടേക്ക് പോകുമെന്നറിയാതെ അങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോഴാണ് ശ്രീജ അങ്ങോട്ടേക്ക് വരുന്നത്. അച്ഛൻ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ശ്രീജേച്ചി ചോദിച്ചപ്പോൾ, ഏയ് ഒന്നുമില്ല ശ്രീജേട്ടത്തി. പെട്ടെന്നൊരു വാടക വീട് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് നടക്കുമോ? വിനായകേട്ടൻ ചെയ്തതിന്റെ ഫലം ഇപ്പോൾ ഞാനും കൂടി അനുഭവിക്കണല്ലോ. ഞാനൊരു പെണ്ണല്ലേ, എനിക്ക് എവിടെ പോയി കിടക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിനി ഇങ്ങനെ സെന്റിമെന്റ്സ് അടിക്കാനേ. അന്നേരം ശ്രീജ പറയുന്നിട്ട്, നന്ദിനി അച്ഛനോട് കൂടി ഒന്ന് സംസാരിച്ചു നോക്ക്. പക്ഷേ വിനായകൻ ചെയ്തത് ഏതായാലും അത്ര വലിയ തെറ്റ് തന്നെയല്ലേ. സ്വന്തം മനുഷ്യൻ ജയിലിൽ കിടന്നിട്ടും ഒരു കുറ്റബോധവും അവന് തോന്നിയിട്ടില്ലല്ലോ. നന്ദിനി ഓരോന്നും പറഞ്ഞ് വീണ്ടും ഒഴിഞ്ഞു മാറാൻ നോക്കുമ്പോൾ, നീ പോയി അച്ഛനോടും അമ്മയോട് സംസാരിക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് ശ്രീജ ഉപദേശിച്ചു. അതേസമയം മാഷും വിക്രമും കൂടി ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് നന്ദിനി അങ്ങോട്ടേക്ക് ഓടിച്ചെന്നിങ്ങനെ കാലി പിടിക്കുന്നത്. അച്ഛാ, ഈ ഒരു തവണത്തേക്ക് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ ഇങ്ങനെ കരഞ്ഞു പറഞ്ഞുവെങ്കിലും മാഷ് അതിനൊന്നും തന്നെ വഴങ്ങിയില്ല. അവസാനം കമലമ്മ ഇടപെട്ടു. മാഷേ, നമ്മുടെ മക്കളല്ലേ, നമ്മളല്ലേ ക്ഷമിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ വിനായകനും കാലു പിടിക്കാൻ ഓടി വന്നു. ഒടുവിൽ മാഷ് അതിന് സമ്മതിച്ചു. ശരി, വീട് കിട്ടുന്നതുവരെ കുറച്ച് ദിവസം മാത്രം നിങ്ങൾ ഇവിടെ നിന്നോ. പക്ഷേ വീട് കിട്ടിയ ഉടനെ തന്നെ ഇവിടെ നിന്നും മാറിയേക്കണമെന്ന് സുധാകര മാഷ് കർശനമായി തന്നെ പറഞ്ഞു. അങ്ങനെ വിക്രമും മാഷും കൂടി നേരെ വേദയുടെ വീട്ടിലേക്ക് പോവാണ്.
വേദയുടെ വീട്ടിലേക്ക് എത്തിയതിനു ശേഷം ദീപ്തി ആയിരിക്കട്ടെ വാതിൽ തുറന്നു കൊടുക്കുന്നത്. അവരെ കണ്ടപ്പോൾ ദീപ്തിക്ക് ഭയങ്കര സന്തോഷമായ നേരെ ഉള്ളിലേക്ക് ക്ഷണിച്ച് അകത്തേക്ക് ഇരുത്തി. ശങ്കരനാരായണൻ സർ ഇവിടെ ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ അകത്തുണ്ട് എന്ന് പറഞ്ഞു. വേദമുറിയിലാണെന്നും കോടതിയിൽ പോവാൻ റെഡിയാവുന്നു എന്നും ദീപ്തി പറഞ്ഞു. ശങ്കരൻ സർ വന്നപ്പോൾ മാഷ് കാര്യം അവതരിപ്പിച്ചു. സാറേ, നമുക്ക് ആ കുട്ടികൾ തമ്മിലുള്ള പ്രശ്നം ഒന്ന് പറഞ്ഞു തീർക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ആ സമയം തന്നെ ദീപ്തി മുറിയിൽ ചെന്നിട്ട് വേദയോട് പറയാണ് ഇവര് വന്ന കാര്യം. താഴെ വിക്രമേട്ടനും അച്ഛനും വന്നിട്ടുണ്ട്, സംസാരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയും. എന്നാൽ അത് കേട്ടതോടുകൂടി തന്നെ വേദക്ക് ആകെ ടെൻഷനായി. വേദ ദേഷ്യം അഭിനയിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് എനിക്ക് ആരോടും സംസാരിക്കാനില്ല എന്ന്. അങ്ങനെ വേദ പറഞ്ഞുവെങ്കിലും ദീപ്തി നിർബന്ധിച്ചു. വിക്രമേട്ടനോട് എന്തെങ്കിലും കള്ളം പറയാം, പക്ഷേ അച്ഛന്റെ മുന്നിൽ താൻ എങ്ങനെ കള്ളം പറയും? താൻ കാരണം അച്ഛൻ ഒരുപാട് വേദനിക്കുന്നുണ്ടാവുമെന്നൊക്കെ ഓർത്തു വേദ ആകെ വിഷമിച്ച് നിൽക്കുമായിരിക്കും. ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയെങ്കിലും പരിഹരിച്ച് സത്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടി വന്നു കഴിഞ്ഞാൽ പറയുക തന്നെ വേണമെന്നും വേദ മനസ്സിലുറപ്പിക്കുകയാണ്. അങ്ങനെ വേദമല്ല ആ മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നു. ഓരോ പടിയും ഇറങ്ങുമ്പോൾ അവളുടെ ഉള്ളിൽ വലിയൊരു ആദിയായിരുന്നു. താഴെ സോഫയിലിരിക്കുന്ന അച്ഛനെയും വിക്രമിനെയും കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. ശങ്കരനാരായണൻ അവളെ കണ്ടതും എഴുന്നേറ്റു വന്ന് തലയിൽ അങ്ങ് തലോടിക്കൊണ്ട് പറയുന്നുണ്ട്, മോളെ, നിനക്ക് ഈ അച്ഛനോട് എല്ലാം തുറന്നു പറഞ്ഞൂടെ? എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ഒറ്റയ്ക്ക് സങ്കടം സഹിക്കുന്നത്? അച്ഛന്റെ ആ ഒരു സ്നേഹത്തോടുള്ള ചോദ്യത്തിന് മുന്നിൽ വേദക്ക് കൂടുതലൊന്നും നേരം പിടിച്ചു നിൽക്കാനായില്ല. വിക്രം ഒന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കി നിൽക്കാണ്. വേദ വിറക്കുന്ന ശബ്ദത്തോടെ പറഞ്ഞു, അച്ഛ, എനിക്ക് ആരോടും ഒട്ടും ദേഷ്യമില്ല. പക്ഷേ ചില സത്യങ്ങൾ നമ്മളെ വല്ലാതെ തളർത്തിക്കളയും. എനിക്ക് കുറച്ചും കൂടി സമയം വേണം. അപ്പോഴേക്കും വിക്രം അരികിലേക്ക് ചെന്ന് അവളുടെ കൈകളൊക്കെ മെല്ലെ പിടിച്ചു. വേദ, നീ ഇല്ലാതെ ആ വീട് ആകെ ശൂന്യമാണ്. വിനായകേട്ടൻ ചെയ്ത തെറ്റിന് നീ എന്തിനാ എന്നെ എങ്ങനെ ശിക്ഷിക്കുന്നത്? നമുക്കൊരുമിച്ച് പ്രതിസന്ധികളെ നേരിടാം. വിക്രമിന്റെ ആ ഒരു വാക്കുകൾ വേദയുടെ മനസ്സിനെ വല്ലാതെ അലിയിച്ചു കളഞ്ഞു. അവൾ വിക്രമിന്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അവിടെ ആ ഒരു പഴയ ദേഷ്യമല്ല, മറിച്ച് തന്നോടുള്ള തീവ്രമായ പ്രണയവും കരുതലും മാത്രമാണ് ആ ഒരു കണ്ണുകളിലൂടെ അവൾ കണ്ടത്. ശങ്കരനാരായണൻ തമാശ രൂപേണ പറഞ്ഞു, മതി മതി, ബാക്കി സ്നേഹപ്രകടനമൊക്കെ വീട്ടിലേക്ക് പോയിട്ട് മതി എന്ന് പറയും. ഇപ്പോ എന്റെ മോളെ എനിക്ക് തിരിച്ചു വേണം. വേദ പുഞ്ചിരിയോടെ അച്ഛനെയും വിക്രമിനെയും മാറി മാറി നോക്കി. എന്നാൽ വേദയുടെ നോട്ടം ഒരിക്കലും സ്നേഹം കൊണ്ടുള്ള നോട്ടമായിരുന്നില്ല. വേദയുടെ മനസ്സിൽ ഉറച്ച തീരുമാനങ്ങൾ മാത്രമായിരുന്നു. സുധാകര മാഷ് വീട്ടിലേക്ക് വേദയെ തിരികെ വിളിക്കുന്നുണ്ടെങ്കിലും വേദ ഒരിക്കലും പോവാൻ തയ്യാറാവുന്നില്ല. തനിക്കൊരിക്കലും ഇനി ആ വീട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല എന്നും വിക്രമുമായിട്ട് ഇനി ഒരിക്കലും ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന കാര്യം സുധാകര മാഷിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ വേദ പറയുന്നുണ്ട് എന്ന് മാത്രമല്ല, വേദ നേരെ തിരിച്ചു മുറിയിലേക്ക് തന്നെ കയറിപ്പോവും. ഇതെല്ലാം കേട്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ, ഒട്ടും തന്നെ വിശ്വസിക്കാൻ പോലും പറ്റാതെ നോക്കി നിൽക്കുന്ന മാഷിനെയും, അതുപോലെ തന്നെ വേദ തന്റെ മുഖത്ത് നോക്കി പറഞ്ഞ ആ ഒരു വാക്ക് കേട്ട് ഒട്ടും സഹിക്കാൻ പറ്റാതെ നോക്കി നിൽക്കുന്ന വിക്രമിനെയും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ വെച്ച് ഉടനെ വരാം. ബൈ.